ഹായ് കൂട്ടുകാരെ, ഇന്ന് 6ാം സ്റ്റാൻഡേർഡിലെ 7ാമത്തെ ചാപ്റ്ററായ മണി മേത്താണ് പഠിക്കാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF ഡൗൺലോഡ് ചെയ്ത് കിട്ടാനില്ലാത്തത് കൊണ്ട് ഫോട്ടോ കോപ്പിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്വാളിറ്റിയിൽ ചെറിയ വ്യത്യാസമുണ്ടാവും. എങ്കിലും നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഫെസ്റ്റിവൽ സീസണുകളിൽ ഇതുപോലെയുള്ള ഓഫറുകൾ കൂട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടാവും. സെയിൽസ്മാനോട് ചോദിക്കാതെ തന്നെ എത്ര ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കുവാൻ ഈ പാഠഭാഗം പഠിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും സാധിക്കാവുന്നതാണ്. നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് 30% ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് വസ്ത്രം വാങ്ങാൻ പോവുകയാണ്. അവിടെ നിങ്ങൾ എഴുതി വെച്ചത് കാണുന്നുണ്ട് 30% ഡിസ്കൗണ്ട് കിട്ടും എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിസ്കൗണ്ട് എപ്പോഴും സൂചിപ്പിക്കുന്നത് 100 റുപ്പീസിലാണ്. അതായത് 100 റുപ്പീസിൽ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ അതിലെന്ത് ചെയ്യും? 30 രൂപ എന്ത് ചെയ്യും? നമുക്ക് കുറച്ച് കൊടുത്താൽ മതി. അതായത് 100ൽ നിന്ന് എന്ത് ചെയ്യണം? 30 മൈനസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എത്രയാണ്? 70 കിട്ടുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 70 രൂപ കൊടുത്താൽ മതി. 200 രൂപയുടെ സാധനമാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ എത്രയാണ് കൊടുക്കേണ്ടത്? 200ൽ വരുമ്പോൾ എത്രയായി? 2 100 വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത്, നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത് എത്രയാണ്? 30 പ്ലസ് 30 ആണ്. അതായത് 60 രൂപ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ 200ൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ മൈനസ് എന്ത് ചെയ്യണം? 60 മൈനസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 140 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ഡിസ്കൗണ്ടിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുതന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. 30% എന്ന് പറയുമ്പോൾ 100 രൂപയിൽ നിന്ന് 30 രൂപ ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം 70 രൂപ കൊടുത്താൽ മതി. അപ്പോൾ 200 രൂപയാകുമ്പോൾ എന്താണ്? 2 30കൾ എന്ത് ചെയ്യേണ്ടി വരും? അതിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടി വരും. അതായത് 60 രൂപയുടെ കുറവാണ് നമുക്ക് കിട്ടുന്നത്. 140 രൂപയാണ് കൊടുക്കേണ്ടത്. 30% ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ എങ്ങനെയാണ് റുപ്പീസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എത്ര പൈസയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തന്നിരിക്കുന്നത് ചെറിയൊരു കോളമാണ്. ആ കോളത്തിൽ വിട്ടുപോയ ഭാഗങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ പൂരിപ്പിക്കണം. ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത് പ്രൈസ് ആണ്. രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് ഡിഡക്ഷൻ ആണ്. എത്ര പൈസ ആണ് അതിൽ നിന്ന് ടോട്ടൽ പ്രൈസിൽ നിന്ന് കുറയ്ക്കേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ പേ ചെയ്യേണ്ട എമൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ 500 രൂപയാണ് ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് എത്രയാണ് കൊടുക്കേണ്ടതെന്ന് അറിയണം. ഡിസ്കൗണ്ട് എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 30% ആണ് കിട്ടുന്നത്. അതായത് 100 രൂപയിൽ എത്രയായിരിക്കും നമുക്ക് കിട്ടുന്നത്? 30 രൂപയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ 500ൽ എത്ര 100 ഉണ്ട് എന്ന് നോക്കണം. 5 ഇൻറ്റു 100 500 വരുന്നത് അല്ലേ? 100 ഉണ്ട്, അപ്പോൾ 5 100 ഉള്ളത്. 5 ഇൻറ്റു നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ഡിസ്കൗണ്ട് 30 കിട്ടുന്നത്. 5 ഇൻറ്റു 30 ചെയ്ത് നോക്കേണ്ടത്. 5 ഇൻറ്റു 30 എത്രയാണ് കിട്ടുന്നത്? 150 കിട്ടുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് 5 ഇൻറ്റു 30 150 എന്ന് എഴുതിയിട്ടുണ്ട്. ഡിസ്കൗണ്ട് കിട്ടിയ പൈസ കഴിച്ചിട്ട് നമ്മൾ എത്ര പൈസ സാധനത്തിന് കൊടുക്കണം എന്ന് കൂടെ അറിയണ്ടേ? അപ്പോൾ നമ്മൾ സാധനത്തിൻ്റെ പ്രൈസ് എത്രയാണ്? 500 രൂപയാണ്. 500 രൂപയിൽ നിന്ന് എത്രയാണ് കുറയ്ക്കേണ്ടത്? 150 കുറയ്ക്കേണ്ടത്. 500ൽ നിന്ന് 150 കുറച്ചാൽ കിട്ടുന്നത് എത്രയാണ്? 350. രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്നത് 1000 രൂപ. 1000ൽ എത്ര 100 ഉണ്ടെന്നാണ് നമ്മൾ അറിയേണ്ടത്. ഇവിടെ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1000 എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 പൂജ്യമാണ് അല്ലേ? 1000ൽ വരുന്നത്. 100ൽ എത്ര പൂജ്യമാണ്? 100ൽ 2 പൂജ്യമാണ് വരുന്നത്. 10നെ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിച്ചാലാണ് എന്ത് കിട്ടുന്നത്? 1000 കിട്ടുന്നത്. 1 ഇൻറ്റു 1 1 തന്നെയായിരിക്കും. പിന്നെ എന്താണ് നമ്മൾ ഇടുക? 3 പൂജ്യമാണ് ചേർക്കുന്നത്. അങ്ങനെയാണ് 1000 കിട്ടുന്നത്. ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. 1000ൽ എത്ര 100 ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 100 ഉള്ളത്. 10 ഇൻറ്റു 30 എന്ന് എഴുതാം. എത്രയാണ് കിട്ടുന്നത്? 300. 10 ഇൻറ്റു 30 ഗുണിക്കുന്നത് കണ്ടിട്ടില്ലേ? 10 ഇൻറ്റു 30. 0 ഇൻറ്റു 0 വെച്ച് ഗുണിച്ച് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നുമില്ല. 10 ഇൻറ്റു 30 ഗുണിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? 1 ഇൻറ്റു 3 ചെയ്യുക. 1 ഇൻറ്റു 3 എത്രയാണ്? 3 ആണ്. പിന്നെ 10ൽ എന്താണ്? ഒരു പൂജ്യമുണ്ട്. 30ൽ ഒരു പൂജ്യമുണ്ട്. ആ 2 പൂജ്യം എന്ത് ചെയ്യണം? നമ്മളിവിടെ എടുത്ത് എഴുതിയാൽ മതി. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? 300 കിട്ടും. ഇനി അടുത്തായിട്ട് എന്താണ്? നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണ്? ഇവിടെ വന്നിരിക്കുന്നത് 1000 രൂപയാണ് വസ്ത്രത്തിൻ്റെ പ്രൈസായിട്ട് പറയുന്നത്. അതിൽ നിന്ന് എത്ര കുറയ്ക്കണം? 300 രൂപ കുറയ്ക്കണം. 1000ൽ 300 കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത്? 700. അങ്ങനെ നമ്മൾ എത്ര കൊടുക്കണം? 700 രൂപയാണ് കൊടുക്കേണ്ടത്. രണ്ടാമത് വരുന്നത് നോക്കാം. രണ്ടാമത്തെ വരുന്നത് 1200 രൂപയാണ്. ഇവിടെ നമുക്ക് തന്നെ മനസ്സിലാകും എത്ര 100 ഇവിടെ 2 പൂജ്യമാണ് അല്ലേ? 12 ഇൻറ്റു 100 ആയിരിക്കും എന്തെന്ന്? 1200 വരുന്നത്. മനസ്സിലായില്ലേ? 12ൻ്റെ കൂടെ 100 ഗുണിക്കുമ്പോൾ എന്ത് ചെയ്യാണ്? 12 ഇൻറ്റു 1 എത്രയാണ്? 12 വരുന്നത്. അതിൻ്റെ കൂടെ 2 പൂജ്യം ചേർത്താൽ മതി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിച്ചു. എത്ര 100 ഉണ്ട്? 12 100 ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്താണ് എഴുതേണ്ടത്? 12 ഇൻറ്റു 30
എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കണം അല്ലേ? നമുക്ക് നോക്കാം. 12 × 30. അപ്പോൾ ചെയ്യുമ്പോൾ എന്താണ് 3 ചെയ്ത് നോക്കിയാൽ മതി അല്ലേ? ഒരു 0 നമ്മൾ അവിടെ എന്ത് ചെയ്യുക, മനസ്സിൽ വെക്കുക. 3 × 2 6, 1 × 3 3. എത്രയാണ് 36. 36ൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഒരു 0 ചേർക്കുക. 360. അപ്പം നമുക്കിവിടെ എന്ത് കിട്ടും, 360. ഇനി എന്താണ് ചെയ്യേണ്ടത്, 1200 നിന്ന് എന്ത് ചെയ്യണം, 360 എന്ത് ചെയ്യണം, നമ്മൾ കുറയ്ക്കണം. നമുക്കിവിടെ കുറച്ച് നോക്കാം. 1200 നിന്ന് 360 കുറയ്ക്കേണ്ടത്. അപ്പോൾ കിട്ടുന്നത് എത്രയാണ്, 840. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 840 രൂപ കൊടുക്കണം. ഇപ്പം നമ്മൾ സംസാരിച്ചത് എന്താണ്, ഡിസ്കൗണ്ടിനെ കുറിച്ചാണ്. ഇനി പറയാൻ പോകുന്നത് എന്താണ്, ഇൻട്രസ്റ്റിനെ കുറിച്ചാണ്. അതായത് ഇവിടെ നിങ്ങൾ ചിത്രത്തിൽ കണ്ടില്ലേ, ഒരു ബാങ്കിലേക്ക് നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ കൊടുക്കുന്ന പൈസയുടെ 9% ഇൻട്രസ്റ്റോട് കൂടി പൈസ നമുക്ക് ബാങ്ക് തിരിച്ചു തരും. അതായത് നമ്മൾ ബാങ്കിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഒരു വർഷത്തേക്കാണെന്ന് കരുതുക. അപ്പോൾ 12 മാസത്തേക്ക് അവരെന്താണ് നമുക്ക് 9% പലിശ തരുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 100 രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ എത്രയാണ് നമുക്ക് കിട്ടുന്നത്, 100 രൂപയ്ക്ക് എത്ര കിട്ടും, 9% എന്ന് പറയുന്നത് 9 രൂപയാണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എത്രയായിരിക്കും പൈസ കിട്ടുന്നത്, 100 പ്ലസ് എന്തായിരിക്കണം കൂട്ടുന്നത്, 9 ആയിരിക്കണം. അപ്പോൾ എത്ര കിട്ടും, 109 രൂപ എന്ത് ചെയ്യണം, ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്ക് നമുക്ക് തിരിച്ചു തരണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിക്കുന്നത് 1500 രൂപയാണ് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ, 1500 രൂപ എന്ന് പറയുമ്പോൾ ഇതിലെത്ര 100 15 100 അല്ലേ? 15 × 100 1500 വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 15 × 9 എത്രയാണെന്ന് നോക്കണം. 15 × 9 വരുന്നത് എത്രയാണ്, 135 രൂപയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, എത്ര ഇൻട്രസ്റ്റ് ആയിരിക്കും നമുക്ക് തരേണ്ടത്, 1500ൻ്റെ കൂടെ എത്ര പൈസ കൂട്ടണം, 135 കൂട്ടണം. അപ്പോൾ നമുക്ക് 1635 രൂപ ഇൻട്രസ്റ്റ് ചേർത്ത് ഒരു വർഷം കഴിഞ്ഞാൽ ബാങ്ക് തിരിച്ചു നൽകും. ടെക്സ്റ്റ് ബുക്കിൽ വിവരിച്ചിരിക്കുന്നത് ഒന്നുകൂടെ നമുക്ക് നോക്കാം. ദ ഇൻട്രസ്റ്റ് ഫോർ 1 ഇയർ ഈസ് 9 rupees ഫോർ ഈച്ച് 100 rupees. ഇൻട്രസ്റ്റ് കിട്ടുന്നത് 100 രൂപീസിന് എത്രയാണ്, 9 രൂപ വെച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ 1500 എത്ര 100 ഉണ്ട്, 15 100 ഉള്ളത്. 15 × 9 നമ്മൾ എത്ര കാണണം, 135 രൂപ കിട്ടും. അപ്പോൾ 1500ൻ്റെ കൂടെ 135 കൂട്ടിക്കഴിഞ്ഞാൽ 1635 രൂപയാണ് കിട്ടുന്നത്. ഇനി നോക്കുക, ഇവിടെ തന്നിരിക്കുന്ന ഒരു ടേബിളാണ്. ഇവിടെ ആഷ്, സുമ, നിഹാരിക, വിഹാൻ, ആഹി ഇവരൊക്കെ എന്താ ചെയ്യുന്നത്, ബാങ്കിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. ആദ്യത്തെ ആൾ എത്രയാണ് കൊടുക്കുന്നത്, 15000 രൂപയാണ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. 15000 എന്ന് പറയുമ്പോൾ ഇതിൽ എത്ര 100 ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. ഇതിൽ എത്ര 100 150. 150 × 100 എത്ര വരുന്നത്, 15000 വരുന്നത്. 1 × 15 വരുന്നത് 15 പിന്നീട് 3 0 ചേർക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, 150 × 9 കാണേണ്ടത്. 150 9നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, 15 × 9 എത്രയാണെന്ന് നോക്കുക. എത്രയാണ് വരുന്നത്, 135. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഒരു 0 ചേർക്കുക. അപ്പോൾ കിട്ടുന്നത് 1350. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, 15000 രൂപയാണ് അവർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത്. അതിൻ്റെ കൂടെ 1350 കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്യണം, ബാങ്ക് നമുക്ക് തിരിച്ചു തരണം. 16350 രൂപ എന്ത് ചെയ്യണം, ബാങ്ക് ആർക്ക് തിരിച്ചു കൊടുക്കണം, ആഷിന് തിരിച്ചു കൊടുക്കണം. രണ്ടാമത്തേത് സുമ എത്രയാണ് കൊടുക്കുന്നത്, 25000 രൂപയാണ് കൊടുക്കുന്നത്. 25000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെത്രയുണ്ട്, 250 × 100 എത്ര വരുന്നത്, 25000 വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 250 × എന്താണ് കണ്ടുപിടിക്കേണ്ടത്, 9 കണ്ടുപിടിക്കേണ്ടത്. 25നെ എന്ത് ചെയ്യുക, 9 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? 9 × 5 45. ബാക്കി വരുന്നത് എത്രയാണ്, 4. 2 × 9 വരുന്നത് 18. 18 + 4 വരുമ്പോൾ എത്രയാണ്, 22 കിട്ടും. അപ്പോൾ 225ൻ്റെ കൂടെ ഒരു 0 ചേർക്കണം. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്, 2250. അപ്പോൾ ബാങ്ക് എത്ര പൈസയാണ് സുമക്ക് തിരിച്ചു കൊടുക്കേണ്ടത്, 25000ൻ്റെ കൂടെ എന്ത് ചെയ്യണം, 2250 രൂപ കൂടെ കൂട്ടണം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം, 25000 പ്ലസ് 2250, 27250 രൂപയാണ് ബാങ്ക് തിരിച്ചു നൽകേണ്ടത്. അടുത്തായിട്ട് നമുക്ക് നോക്കാം, നിഹാരിക ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് 37500 രൂപയാണ്.
37,500 രൂപ. പിന്നീട് എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇതിൽ എത്ര 100 ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് 37,500നെ എന്ത് ചെയ്യാം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ താഴെയുള്ള 2ഉം മുകളിലെ 2ഉം 0 ക്യാൻസലായി പോവും. ബാക്കി വരുന്നത് 375 ആണ്. അപ്പോൾ 375 100 ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. 375നെ നമ്മൾ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയാണെന്ന് മനസ്സിലാക്കാം. 375നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്നത് 3,375 റുപ്പീസാണ്. കുട്ടികൾ എല്ലാവരും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ ഒരു ഷോർട്ട് കട്ടായിട്ട് ചെയ്തതാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? 37,500ൻ്റെ കൂടെ 3,375 രൂപ കൂട്ടണം. അങ്ങനെ കൂട്ടിയാൽ കിട്ടുന്നത് 40,875 രൂപയാണ്. ഇനി അടുത്തത് നോക്കുന്നത് വിഹാനാണ്. വിഹാൻ എത്രയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? 12,500 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എത്ര 100 ഉണ്ടെന്ന് മനസ്സിലാക്കാൻ 125 100ആയിരിക്കും ഉണ്ടായിരിക്കുക. കാരണം ഇതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? 0 ക്യാൻസലായി പോകും. 125 ഇൻറ്റു 9. കുട്ടികൾ എല്ലാവരും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 125നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് 1125 രൂപയാണ്. പിന്നീട് എന്ത് ചെയ്യാം? 12,500ൻ്റെ കൂടെ 1125 രൂപ പ്ലസ് ചെയ്താൽ എത്ര പൈസ കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും കിട്ടുന്നത്? 13,625 രൂപയായിരിക്കും. അവസാനമായിട്ട് നോക്കാം. അഹി കൊടുക്കുന്നത് 22,500 രൂപയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 22,500നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2 പൂജ്യവും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 225 ആണ് കിട്ടുന്നത്. അപ്പോൾ 225നെ എന്ത് ചെയ്യണം? 9 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 22,500ൻ്റെ 9% എത്രയാണെന്ന് മനസ്സിലാവും. 225നെ 9 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് 2,025 രൂപയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2025നെ 22,500മായിട്ട് കൂട്ടണം. അങ്ങനെ കൂട്ടി നോക്കാം. 22,500 പ്ലസ് 2,025 24,525 റുപ്പീസായിരിക്കും. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര പൈസ ഒരു വർഷം കഴിഞ്ഞാൽ കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ബാങ്കിൽ പൈസ നിക്ഷേപിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്? അല്ല. അല്ലേ? നമ്മൾ ബാങ്കിൽ നിന്ന് പൈസ അതായത് ലോൺ എടുക്കാറുണ്ട്. ഒരു അഗ്രികൾച്ചറൽ ലോൺ എടുക്കുക എന്ന് കരുതുക. ഇവിടെ പറയുന്നത് എ ബാങ്ക് ഈസ് ഗിവ് അഗ്രികൾച്ചറൽ ലോൺ ഓൺ റീപേയ്മെന്റ് ആഫ്റ്റർ എ ഇയർ 6% ഇൻട്രസ്റ്റ്. എത്രയാണ്? ഒരു വർഷത്തേക്ക് 6% ഇൻട്രസ്റ്റ് റേറ്റോട് കൂടെ എന്ത് ചെയ്യണം? നമ്മൾ എടുത്ത പൈസ തിരിച്ചടക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കടമെടുക്കുന്നത് എത്രയാണ്? 25,000 രൂപയാണ് കടമെടുക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 25,000ത്തിൽ 6% എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. ദ ഇൻട്രസ്റ്റ് ഈച്ച് ഫോർ 100 റുപ്പീസ് ഈസ് 6 റുപ്പീസ്. ഇത്രയാണ്. ഓരോ 100 രൂപയ്ക്ക് നമ്മൾ അടക്കേണ്ടത് 6 രൂപയാണ്. 25,000 രൂപയിൽ എത്ര 100കൾ ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് അത് കണ്ടുപിടിക്കേണ്ടത്? 25,000നെ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ 2 പൂജ്യങ്ങൾ തമ്മിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എത്രയാണ്? 250 ആണ്. അപ്പോഴെന്തായിരിക്കും? അത്രയും 100 ആണ് ഇതിൽ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 250 ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 250 ഇൻറ്റു 6 ചെയ്യണം. കിട്ടുന്നത് എത്രയാണ്? 1,500 രൂപയാണ്. അപ്പോൾ നമ്മൾ കടമെടുത്ത പൈസ എത്രയാണ്? 25,000 രൂപയാണ് കടമെടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 1,500 രൂപ ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 26,500 രൂപയാണ്. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ നമ്മൾ എത്ര പൈസയാണ് തിരിച്ചടക്കേണ്ടത്? 25,000 രൂപ എടുത്തതിന് 26,500 രൂപയാണ് തിരിച്ചടക്കേണ്ടത്.